ഹലോ പ്രിയ കൂട്ടുകാരെ, ഇന്ന് 6ാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നിച്ചു നിൽക്കാം എന്ന ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഭാഗം 2ലെയാണ്. ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഒരു അക്വേറിയമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. സന്തോഷത്തോടെ കുളത്തിൽ കഴിഞ്ഞിരുന്ന ഒരു മീനെ പിടിച്ച് അക്വേറിയത്തിൽ ഇട്ടപ്പോഴത്തെ അതിൻ്റെ സങ്കടങ്ങളാണ് പറയുന്നത്. ഇപ്പം മത്സ്യങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം ആ അക്വേറിയത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അവയ്ക്ക് ഒരു പരിമിതമായ സ്ഥലമാണ് അതിനകത്തുള്ളത് അല്ലേ. കുളത്തിൽ അങ്ങനെയാണോ? അവർക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. മത്സ്യങ്ങൾക്ക് ആണേലും നമുക്കാണേലും നമ്മളെ ഒരു കൂട്ടി പിടിച്ച് അടച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് മത്സ്യങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ മത്സ്യങ്ങൾക്ക് ജീവിക്കാനായ എല്ലാ കാര്യങ്ങളും ആ അക്വേറിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മത്സ്യങ്ങൾക്കാണേലും ഈ ജീവികൾക്ക് ജീവിക്കാനായിട്ട് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ജീവിയ ഘടകങ്ങളെന്നും അജീവീയ ഘടകങ്ങളെന്നും 2ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ജീവിയ ഘടകം എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയാണ് ജീവിയ ഘടകങ്ങൾ. അജീവീയ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ലാത്തവയും. ജീവിയ ഘടകങ്ങളിൽ ചെടികളും എല്ലാം ഉൾപ്പെടും. അതുപോലെ തന്നെ അജീവീയ ഘടകത്തിൽ എന്താണ്, അതിനകത്തുള്ള കല്ലുകൾ, അതുപോലെ തന്നെ ഓക്സിജൻ, ജലം, ഇതൊക്കെ എന്താണ്, അജീവീയ ഘടകങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ വേറൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്, കുറേ ജീവികൾ ഒരുമിച്ച് കഴിയുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു കുളമാണ് അല്ലേ. അതുപോലെ ഇവിടെ കൊക്ക്, മാന്, അങ്ങനെ പല ജീവികളെയും കാണുന്നുണ്ട്. ഇപ്പം ഇവിടെ ജീവി കുറുക്കനാണ്. കുറുക്കനും എന്താണ്, ജീവിയ ഘടകവും ആവശ്യമാണ്, അജീവീയ ഘടകവും ആവശ്യമാണ്. പിന്നെ പുഴു, അതിനും എന്താണ്, ജീവിയ ഘടകവും അജീവീയ ഘടകവും ആവശ്യമാണ്. അതുപോലെ ആ ചിത്രത്തിൽ കാണുന്ന എല്ലാ ജീവികൾക്കും എന്താണ്, ഈ 2 ഘടകങ്ങളെയും ആശ്രയിച്ചാണ് അത് ജീവിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ, നമ്മളെ ശരിക്കും കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം എന്തിലേക്കാണ്, ആവാസ വ്യവസ്ഥ, എക്കോസിസ്റ്റം. അതായത് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ എന്ത് പറയുന്നു, ആവാസം എന്ന് പറയുന്നു. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ജീവനുള്ളതും ജീവനില്ലാത്തതും ഉൾപ്പെടുന്ന ഒരു വ്യവസ്ഥ, അതിനെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസമെന്നും, അതുപോലെ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെട്ട് പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്ന സംവിധാനത്തിന് ആവാസ വ്യവസ്ഥ എന്നും പറയുന്നു. അപ്പം നിങ്ങളുടെ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് പട്ടികയാക്കാൻ എന്നോട് എക്സാമ്പിൾ കാവ് തന്നിട്ടുണ്ട്. പാടം ഒരു ആവാസ വ്യവസ്ഥയാണ്, കുളം ഒരു ആവാസ വ്യവസ്ഥയാണ്. അങ്ങനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരാളുടെ ഒരു നിരീക്ഷണക്കുറിപ്പ് തന്നിട്ടുണ്ട്. അമ്മുവിൻ്റെ നിരീക്ഷണക്കുറിപ്പിൽ നിന്ന്, ഉച്ചനേരമായതിനാൽ കുളത്തിൻ്റെ അടിത്തട്ട് വരെ തെളിഞ്ഞു കാണാമായിരുന്നു. വിവിധതരം മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ നീന്തുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ചില സസ്യങ്ങൾ ജലത്തിലെ ചെറു സസ്യങ്ങളെ ആഹാരമാക്കുന്നത് കണ്ടു. അതിനിടയിലാണ് ഒരു പുൽച്ചാടി വെള്ളത്തിലേക്ക് വീണത്. ടപ്പ്, ഒരു വരാൽ മത്സ്യം കുളത്തിനടുത്ത് നിന്ന് ഊർന്നു വന്ന് അതിനെ വിഴുങ്ങി തിരിച്ച് വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം നീർക്കോലി തവളയെ പിടിക്കുന്നത് കണ്ട ഞങ്ങളിൽ പലരും പേടിച്ചുപോയി. ഒരു കൂട്ടം ചെറുമീനുകൾ ഒന്നിച്ചു നീങ്ങുന്ന കാഴ്ച വലിയ മനോഹരമായിരുന്നെന്നും അങ്ങനെ അവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുളത്തിൽ എന്തൊക്കെ കാണാൻ കഴിഞ്ഞെന്ന് ഒരു ടീച്ചർ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ കുറിപ്പാണ് നമ്മൾ വായിക്കുന്നത്. ജലം, മണ്ണ്, കല്ല്, വായു, പായലുകൾ, ജലസസ്യങ്ങൾ, മത്സ്യങ്ങൾ, തവളകൾ, നീർക്കോലി തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ കുളത്തിൽ അവർ കണ്ടു. അതുപോലെ പല കാര്യങ്ങൾ അവർക്ക് പഠിക്കാനും അവിടെ നിന്ന് സാധിച്ചിട്ടുണ്ട്. ഇനി നോക്കിയും ഇപ്പം നീർക്കോലി തവളയെ പിടിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞല്ലോ. നീർക്കോലി തവളയെ ആഹാരമാക്കുന്നത്. തവള എന്തിനെ ആഹാരമാക്കുന്നത്? പുൽച്ചാടിയെയും ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെയാണ് ആരാഹാരമാക്കുന്നത്? തവള ആഹാരമാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് നോക്കിയേ, പുൽച്ചാടി എന്തിനെ, പുല്ല് ആഹാരമാക്കുന്നു. ആ പുല്ലിൻ ആഹാരമാക്കുന്ന പുൽച്ചാടിയെ തവള ആഹാരമാക്കുന്നു. അതിനുശേഷം തവളയാര് നീർക്കോലി ആഹാരമാക്കുന്നു. അപ്പോൾ അവിടെ എന്താണ്, ഒരു ചങ്ങല പോലെ ഇങ്ങനെ പോയേക്കോ അല്ലേ.
അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ അടുത്തത് നോക്കിയേ, ഇവിടെ ഒരു കുറച്ച് പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഇതിനെ ജീവികളെ ഉപയോഗിച്ച് ആഹാര ബന്ധങ്ങൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ആഹാര ബന്ധം കണ്ടുപിടിക്കാം. കോഴി പുൽച്ചാടിയെ കഴിക്കുന്നു, കോഴിയെ കടുവ ഭക്ഷിക്കുന്നു, അല്ലെ കുറുക്കൻ ഭക്ഷിക്കുന്നു. അങ്ങനെ ആ കുറുക്കനെ സിംഹം ഭക്ഷിക്കുന്നു. അങ്ങനെ നമുക്കൊരു ആഹാര ബന്ധം ഉണ്ടാക്കാം. പിന്നെ പുൽച്ചാടി പുല്ല് കഴിക്കുന്നു, പുൽച്ചാടിയെ പിന്നെ തവള കഴിക്കുന്നു, തവളയെ പിന്നെ ആര് കഴിക്കുന്നു? തവള അവിടെ പാമ്പിനെ തന്നിട്ടുണ്ട്, അത് കഴിക്കുന്നു. അങ്ങനെ നമുക്ക് അടുത്ത ഒരു ആഹാരബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പുല്ല്, മാൻ, സിംഹം. അടുത്തത് എന്താണ്? പുൽച്ചാടി എന്തിനെ ആഹാരമാക്കുന്നത്? അവിടെ പുല്ലേ വരും. പുൽച്ചാടിയെ പിന്നെ തവളെ പാമ്പ്. അടുത്തതും എന്താണ്? പുല്ലേ വരും. പുഴു, കോഴിയെ കുറുക്കൻ. പിന്നെ അടുത്ത നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആഹാരബന്ധങ്ങളെയാണ് ഭക്ഷ്യശൃംഖല അല്ലെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എപ്പോഴും എന്താണ് ഹരിതസസ്യങ്ങളായിരിക്കും ആദ്യത്തെ ഉൽപാദകരെന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വരുന്ന ഫുഡ് ചെയിനിലെ ആൾക്കാരായിരിക്കും, ഭക്ഷ്യശൃംഖലയിലെ ആൾക്കാർ ഹരിതസസ്യങ്ങളായിരിക്കും. ഭക്ഷ്യശൃംഖല കണ്ണികളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണിയെ വരുന്ന പൊതുവെ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. ഇനി ഇവിടെ വേറൊരു എത്ര ആഹാരബന്ധങ്ങൾ നോക്കിയും ഈ ചിത്രങ്ങൾ. പുല്ല്, മുയല്, ആട്, പുഴുവൊക്കെ കഴിക്കുന്നു. അതുപോലെ തന്നെ മുയലിന് സിംഹം, പുലി, മനുഷ്യ ആരെങ്കിലും കഴിക്കുന്നു. അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് പല രീതിയിൽ ആഹാര ശൃംഖല ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പുൽച്ചാടിയെ തവള മാത്രമാണോ ആഹാരമാക്കുന്നത്? അല്ല, സിംഹം ഏതെല്ലാം ജീവികളെ ആഹാരമാക്കുന്നു? അങ്ങനെ പല ക്വസ്റ്റ്യനുകൾ ഇവിടെ നിന്ന് ചോദിക്കാവുന്നതാണ്. വിവിധ ഭക്ഷ്യശൃംഖല ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖല ജാലമാണ് ഉള്ളത്. ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, അതിനാൽ അവ ഉൽപാദകർ എന്നറിയപ്പെടുന്നു. ആഹാരത്തിനെ മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ അല്ലെ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. ഹരിതസസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാനും വളരാനും ചില പോഷകഘടകങ്ങൾ ആവശ്യമാണല്ലോ. പോഷകഘടകങ്ങൾ സസ്യങ്ങൾ മണ്ണിൽ നിന്ന് നിരന്തരം വലിച്ചെടുക്കുന്നു. എന്നിട്ടും പോഷകഘടകങ്ങൾ മണ്ണിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ആ മരങ്ങളുടെ തന്നെ ഇലകൾ അവിടെ വീഴുകയും ഡീകമ്പോസ് ആയി പോവുകയും ചെയ്യുന്നു. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇല അവിടെ കിടന്ന് ഉണങ്ങി മണ്ണിനോട് തന്നെ ചേരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെയും അവിടെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശൃംഖല അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അതുപോലെ സസ്യങ്ങളും ജന്തുക്കളും നശിക്കുമ്പോൾ അവരുടെ ശരീരഭാഗത്തിന് എന്ത് സംഭവിക്കുന്നു? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയാണ് വിഘാടകർ എന്ന് പറയുന്നു. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവ അവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷകഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ശരിക്കും തുടങ്ങുന്നത്? ഉൽപാദകരുണ്ട്, അത് ഉപഭോക്താക്കൾ സ്വീകരിക്കും. അവിടുന്ന് വിഘാടകര് വിഘടിപ്പിക്കും. പിന്നെ അതിലെ പോഷകഘടകങ്ങൾ ഉൽപാദകർ വീണ്ടും ആഗിരണം ചെയ്യും. ആ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സൈക്കിള്. അപ്പോൾ നമ്മുടെ പ്രകൃതിയാണ് നമുക്കെല്ലാം അല്ലേ, നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥ എല്ലാം പ്രകൃതിയാണ് ഒരുക്കുന്നത്. അപ്പോൾ കുന്നിടിക്കുകയും വയൽ നികത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. ആവാസ വ്യവസ്ഥകളുടെ തകർച്ചയാണ് നടക്കുന്നത് അല്ലേ. കുറേ ജീവികൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ജീവികൾക്ക് ഭക്ഷ്യ ലഭ്യത കുറയും. സസ്യങ്ങൾക്ക് ആവശ്യമായ ജീവീയ ഘടകങ്ങളുടെ ലഭ്യത, അങ്ങനെ പല പ്രശ്നങ്ങൾ, വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ കുന്നിടിക്കുകയും വയൽ നികത്തുകയൊക്കെ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നത്. താങ്ക് യു.